അതല്ലാതെ നമ്മൾ ഈ പറയുന്ന 15%, 20% ആ രീതിയിലുള്ള ഗ്രോത്തിനെ പറ്റിയിട്ടല്ല നമ്മൾ സംസാരിക്കുന്നത്. എൻ്റെ ഒരു വ്യൂവിൽ നമ്മൾ ഈ ഒരു 60 വയസ്സാകുമ്പോൾ, അത് ഈ മ്യൂച്വൽ ഫണ്ടുകാർ പറഞ്ഞുണ്ടാക്കിയ ഒരു കാര്യമാണ്. കാരണം നമുക്ക് 60 വയസ്സാകുമ്പോൾ തന്നെ അല്ല നമുക്ക് ഫണ്ട് വേണ്ടത്. അതായത് അടുത്തൊരു 20 വർഷം 30 വർഷം SIP ചെയ്തല്ല നമുക്ക് ആ ഫണ്ട് വേണ്ടത്. നമുക്ക് അടുത്തൊരു 5 വർഷത്തിലോ 10 വർഷത്തിലോ നമുക്ക് ഫണ്ട് ഉണ്ടാക്കാൻ പറ്റണം, അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ അതുപോലെ നമുക്ക് ഗ്രോ ചെയ്യാനായിട്ട് പറ്റണം. അതിനുശേഷം ആ ക്യാപിറ്റൽ ഉപയോഗിച്ച് നമുക്ക് ജീവിക്കാനായിട്ട് പറ്റണം. അതല്ലാതെ 60 വയസ്സിൽ 70 വയസ്സിൽ ഈ ക്യാപിറ്റൽ നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അത് മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ, അതായത് AMC കമ്പനികൾ നോക്കിയാൽ അവരുടെ മെയിൻ ആയിട്ടുള്ള റവന്യൂ എന്ന് പറയുന്നത് ഈ പറഞ്ഞ SIPയുടെ അതിന്റെ കമ്മീഷനാണ് അവരുടെ റവന്യൂ. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം SIP വരിക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം അവരുടെ ബിസിനസ് ഗ്രോ ചെയ്യാൻ അത് നടക്കുള്ളൂ. അതുകൊണ്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു നെറേറ്റീവ് മാത്രമാണ് ഈ പറഞ്ഞ SIPയിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് റിട്ടയർമെന്റ് സമയത്ത് നമുക്ക് ഫണ്ട് ഉണ്ടാക്കാം എന്നുള്ള കാര്യം. റിട്ടയർമെന്റ് സമയത്ത് ഫണ്ട് നമ്മൾ അതിന് മുമ്പ് ഉണ്ടാക്കിയാലും നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു നറേറ്റീവിന്റെ പുറകെ പോരുത്. അതായത് 12%, 15% അതൊന്നുമല്ല നമുക്ക് വേണ്ട റിട്ടേൺ. നമുക്ക് ഗ്രോത്ത്, ബുൾ മാർക്കറ്റ് വരുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രീം ആയിട്ട് ഗ്രോത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് അതിനുള്ള റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ പറ്റണം. ഈ AMC കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സേഫ് ആയിട്ടുള്ള ഒരു സോണാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ 10%, 15% എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിലുള്ള മിക്കവാറും എല്ലാ മ്യൂച്വൽ ഫണ്ടുകളുടെയും ഒരു റേറ്റ് എന്ന് പറയുന്നതാണ്. ഇപ്പോൾ ലാർജ് ക്യാപ് ഫണ്ടുകളാണെങ്കിൽ 10, 12, 15 അതിന് താഴെ എന്തായാലും ഉണ്ടാവുള്ളൂ. സ്മോൾ ക്യാപ്പും അല്ലെങ്കിൽ മിഡ് ക്യാപ് ഫണ്ടുകളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ 15, 20 ഇടയ്ക്കൊക്കെ ഉണ്ടാവും. ആ രീതിയിലാണ് ഈ മ്യൂച്വൽ ഫണ്ടുകളുടെ ഗ്രോത്ത് കാര്യങ്ങൾ വരുന്നത്. പക്ഷെ നമുക്ക് ആ ഗ്രോത്ത് കിട്ടിയാൽ പോരാ. കാരണം 15, 20 ആ ഒരു പെർസെൻറ്റേജിൽ ഗ്രോത്ത് വരാനാണ് നമ്മൾ ഇത്ര റിസ്ക് എടുത്ത് ഈ മാർക്കറ്റിലേക്ക് വരിക. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ബെയർ മാർക്കറ്റ് പോലത്തുള്ള സിറ്റുവേഷനിൽ നമ്മളിതിനെ നമ്മുടെ സ്റ്റോക്ക് നമ്മുടെ ക്യാപിറ്റൽ നമ്മൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് ആ സ്റ്റോക്കിനകത്ത് ഡൗൺ ആകുന്ന സമയത്തുള്ള വോളറ്റിലിറ്റി കാര്യങ്ങൾ നമ്മൾ എടുക്കുക. അല്ലെങ്കിൽ അതിന്റെ നമ്മുടെ തന്നെ ഫണ്ടാണല്ലോ കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള പ്രഷർ കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, പക്ഷെ നമുക്കല്ലാത്ത സമയങ്ങളിൽ നല്ല ബുൾ മാർക്കറ്റ് വരുമ്പോൾ ഈ ഒരു റിട്ടേൺ ഒന്നും കിട്ടിയാലേ എന്തായാലും പോരാ നമുക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈ ഗ്രോത്ത് ഉള്ള സ്റ്റോക്കുകൾ കൃത്യമായിട്ട് ഫൈൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ഈ പറഞ്ഞ പോലെ PE റേഷ്യോ താഴെ കിടക്കുന്ന സ്റ്റോക്കുകൾ, കുറഞ്ഞ PE-ലുള്ള സ്റ്റോക്കുകൾ, അതല്ലെങ്കിൽ ഒരു 50%, 40%, 30% താഴെ കിടക്കുന്ന സ്റ്റോക്കുകൾ, ഈ രീതിയിലുള്ള മൈൻഡ് സെറ്റിൽ, അത് പഴയ മൈൻഡ് സെറ്റാണ്. ആ ഒരു രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് നല്ല ഗ്രോത്ത് ഉള്ള സ്റ്റോക്ക് ഒരിക്കലും കിട്ടില്ല. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നല്ല ഗ്രോത്ത് ഉള്ള സ്റ്റോക്കുകൾ ഫൈൻഡ് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനത്തെ സ്റ്റോക്കുകളെ ഫൈൻഡ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് കഷ്ടപ്പെടേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ആ സ്റ്റോക്കുകളെ ഫൈൻഡ് ചെയ്താലും നമ്മൾ അതിനെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യേണ്ടി വരും. ഇതൊക്കെ നമുക്ക് കുറച്ച് മെനക്കേടുള്ള കാര്യമാണ്. കാരണം നമ്മൾ അതിന്റെ പുറകിൽ നമ്മൾ ഇരിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത്രയും നമ്മൾ എഫർട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ബാക്കി മാർക്കറ്റ് എല്ലാവർക്കും കിട്ടുന്ന ഒരു റിട്ടേൺ എന്താണോ ആ രീതിയിലുള്ള റിട്ടേൺ തന്നെ നമുക്കും വരുള്ളൂ. അതല്ല അതിന് മുകളിൽ നമുക്ക് അവരെല്ലാം ഔട്ട് പെർഫോം ചെയ്ത്, അല്ലെങ്കിൽ മാർക്കറ്റിനെ ഔട്ട് പെർഫോം ചെയ്ത് നമുക്ക് അതിന്റെ മുകളിൽ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് കൂടുതൽ എഫർട്ട് ഇടേണ്ടതായിട്ട് എന്തായാലും വരും. അപ്പോൾ എല്ലാവരും സ്വന്തം പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കുകളെ കൃത്യമായിട്ട് അനലൈസ് എന്തായാലും ചെയ്യണം ഈ ഒരു സമയത്ത്. അവരുടെ ഗ്രോത്ത് റേറ്റ് എങ്കിലും നമ്മൾ മിനിമം നോക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത വർഷങ്ങളിലേക്കുള്ള മാനേജ്മെന്റിന്റെ ഗൈഡൻസ് അല്ലെങ്കിൽ സ്റ്റോക്കിന്റെ പെർഫോമൻസ് നമ്മൾ എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് പുതിയ കമ്പനികളെ കൂടി ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കുറച്ച് കമ്പനികളുടെ Q4 റിസൾട്ടിന്റെ വീഡിയോ കൂടെ ചെയ്യാനായിട്ടുണ്ട്. സോ അതെല്ലാം നമുക്ക് ഈ വരുന്ന ഒരു 10-15 ദിവസത്തിനുള്ളിൽ തന്നെ ചെയ്യാം. അതിനുശേഷം ഇപ്പോൾ ഒരു 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത Q1 റിസൾട്ട് കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മളോട് സംസാരിച്ച കമ്പനികളുടെയൊക്കെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങൾ നമുക്ക് വീണ്ടും ട്രാക്ക് ചെയ്യാം. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.